പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 19, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, സുനിത വില്യംസ് ബുച്ച് വിൽമോർ ഫൈനലി റീച്ച്ഡ്. സുനിത വില്യംസും ബുച്ച് വിൽമോറും ഒടുവിൽ എത്തി. മിക്കവാറും എല്ലാ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട മെയിൻ പേജിലെ വാർത്തയാണ്, അതായത് സുനിത വില്യംസ് ഭൂമിയിൽ ലാൻഡ് ചെയ്ത കാര്യം. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 9 മാസത്തിലധികം ചെലവഴിച്ച 2 ബഹിരാകാശ യാത്രികരുടെ പേര് സുനിത വില്യംസ്, ബുച്ച് വിൽമോർ. ബുച്ച് വിൽമോർ ആൻഡ് സുനിത വില്യംസ്, ഈ 2 പേരാണ് ഏതാണ്ട് 9 മാസം, അതായത് ജൂൺ മാസത്തിലാണ് അവർ ലാൻഡ് ചെയ്തിട്ടുള്ളത് ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ. ഇന്നിപ്പോൾ അവർ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 9 മാസങ്ങൾ ചെലവഴിച്ചതിന് ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ ഇറങ്ങിയ ദിവസം, തീയതി മാർച്ച് 19, 2025. സമയം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 3:27 ആ സമയത്താണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം വെച്ച് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ ലാൻഡ് ചെയ്തിട്ടുള്ളത്. 2025 മാർച്ച് 19 സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ ഇറങ്ങിയ ബഹിരാകാശ പേടകം ഏതാണ്? സ്പേസ് എക്സ് ക്യാപ്സൂൾ. സ്പേസ് എക്സിന്റെ ഒരു പ്രത്യേക നിർമ്മിതമായിട്ടുള്ള ക്യാപ്സൂൾ വഴിയാണ് സുനിത വില്യംസ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ, അതായത് 287 ദിവസം ചിലവഴിച്ചതിന് ശേഷം ഭൂമിയിൽ ഇറങ്ങിയിട്ടുള്ളത്. ഈ മാർച്ച് 19 തീയതിയായിരുന്നു. 2 പേരായിരുന്നു, 2 ആസ്ട്രോണോട്ട്സ് ആയിരുന്നു നാസയുടെ, സുനിത വില്യംസും ബുച്ച് വിൽമോർ. 8 ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിനായി സുനിത വില്യംസും ബുച്ച് വിൽമോറും ഏത് ബഹിരാകാശ പേടകത്തിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്? ബോയിങ് സ്റ്റാർലൈനർ. ബോയിങ് സ്റ്റാർലൈൻ എന്ന പേടകത്തിൽ ISS എത്തുകയും തിരിച്ച് സ്പേസ് എക്സ് ക്യാപ്സൂളിലാണ് എത്തിയിട്ടുള്ളത്, അതായത് 287 ദിവസത്തിന് ശേഷം മാർച്ച് 19 തീയതി. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യ ഇന്നൊവേഷൻ സമ്മിറ്റ് പൈനറിംഗ് സൊല്യൂഷൻ ടു എൻഡ് TB. ഇന്ത്യ ഇന്നൊവേഷൻ ഉച്ചകോടി ക്ഷയരോഗം അവസാനിപ്പിക്കുന്നതിനുള്ള പൈനറിംഗ് സൊല്യൂഷൻ. ഇന്നിപ്പോൾ TBയെ ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന നിരവധി പ്രോഗ്രാംസ് ഉണ്ട്. ആ പ്രോഗ്രാംസിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ആണ് നടന്നിട്ടുള്ളത് ഈ അടുത്ത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യ ഇന്നൊവേഷൻ സമ്മിറ്റ് TB നിർമ്മാർജ്ജനത്തിനുള്ള പൈനറിംഗ് സൊല്യൂഷൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? അനുപ്രിയ പട്ടേൽ. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഇന്ത്യ ഇന്നൊവേഷൻ സമ്മിറ്റ് എന്ന പേരിൽ ഒരു വലിയൊരു കോൺഫറൻസ് നടന്നിട്ടുള്ളത്. TBനെ പൂർണ്ണമായിട്ടും, അതായത് ക്ഷയരോഗത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കോൺഫറൻസ് ആണ് നടന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് അനുപ്രിയ പട്ടേൽ ആണ്. ഏത് വർഷത്തോടെ കുഷ്ഠരോഗം, ലിംഫാറ്റിക് ഫിലാരിസിസ്, മിസിൽസ്, റുബെല്ല, കാല അസർ എന്നിവ ഇല്ലാതാക്കാൻ ഇന്ത്യൻ സർക്കാർ ലക്ഷ്യം വെച്ചിട്ടുണ്ട്? 2030. 2030 ഇന്ത്യയിലെ TB പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക. ഒപ്പം തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള മന്ത്, അഞ്ചാംപനി, റുബെല്ല, കാല അസർ എന്ന് പറയുന്ന ഒരു പ്രത്യേക അസുഖം, ഇവ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആണ് യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രിയും അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലെ ഹെൽത്ത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്സും മിനിസ്റ്റേഴ്സും എല്ലാം ഇന്ത്യ 2030 TB പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുമെന്നതാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റു ചില പ്രധാനപ്പെട്ട ചില അസുഖങ്ങൾ. ഇന്ത്യയിൽ TB ശതമാനം 2015 1 ലക്ഷം ജനസംഖ്യയിൽ 237 ആയിരുന്നത് 2023 1 ലക്ഷം ജനസംഖ്യയിൽ 195. എത്ര ശതമാനമായിട്ട് കുറഞ്ഞു? 17.7%. അതായത് 2015 1 ലക്ഷം പേരിൽ 237 TB പേഷ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2023 ആയപ്പോഴേക്കും അത് 1 ലക്ഷം പേരിൽ 195 മാറി. 17.7% കുറവാണ് വന്നിട്ടുള്ളത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി ആരാണ്? അനുപ്രിയ പട്ടേൽ. കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഫോർ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മിനിസ്റ്റർ ആണ് അനുപ്രിയ പട്ടേൽ. അനുപ്രിയ പട്ടേൽ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈയടുത്ത് നടന്നിട്ടുള്ള ഇന്ത്യ ഇന്നൊവേഷൻ സമ്മിറ്റ് പൈനറിംഗ് സൊല്യൂഷൻ ഫോർ TB എലിമിനേഷൻ എന്ന പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, സ്റ്റുവർട്ട് യങ് സ്വോൺ ഇൻ ആസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രധാനമന്ത്രിയായി സ്റ്റുവർട്ട് യങ് സത്യപ്രതിജ്ഞ ചെയ്തു. ഒരു ഇന്റർനാഷണൽ ന്യൂസ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 17 ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പുതിയ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? സ്റ്റുവർട്ട് യങ്. ഒരു രാജ്യമാണ്
ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ഈ രാജ്യത്തിൻ്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് സ്റ്റുവർട്ട് യങ് എന്ന വ്യക്തിയാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ മാർച്ച് 17 ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ സ്ഥാനമൊഴിയുന്ന പ്രധാനമന്ത്രി ആരാണ്? ഡോക്ടർ കീത്ത് റൗളി. ഡോക്ടർ കീത്ത് റൗളി ഈ വർഷം തന്നെ പബ്ലിക് മുമ്പിൽ എത്തിയിരുന്നില്ല. അദ്ദേഹത്തിന് പകരമായിട്ടാണ് ഇപ്പോൾ പുതിയ പ്രൈം മിനിസ്റ്റർ സ്റ്റുവർട്ട് യങ് ഇപ്പോൾ 17 മാർച്ചിന് ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളത് ആസ് എ പ്രൈം മിനിസ്റ്റർ ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ തലസ്ഥാനം ഏതാണ്? പോർട്ട് ഓഫ് സ്പെയിൻ. പോർട്ട് ഓഫ് സ്പെയിൻ ആണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനം. ഈ ഒരു രാജ്യം ഒരു കരീബിയൻ ഐലൻഡാണ്, അതായത് ഇതിൻ്റെ ഏറ്റവും അടുത്തുള്ള രാജ്യമാണ് വെനിസുല. പോർട്ട് ഓഫ് സ്പെയിൻ ആണ് ക്യാപിറ്റൽ. കറൻസി ആണെങ്കിൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ഡോളർ. സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ വരുന്ന ഒരു രാജ്യമാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ഇന്ത്യയായിട്ട് നല്ലൊരു ബന്ധമാണ് ഈ രാജ്യത്തിനുള്ളത്. അതായത് 1845 മുതൽ ഇന്ത്യയുടെ നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്ന ഒരു രാജ്യമാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് സ്മാർട്ട് സിറ്റീസ് ഇന്ത്യ എക്സ്പോ 2025. സ്മാർട്ട് സിറ്റി ഇന്ത്യ എക്സ്പോ 2025 ആരംഭിച്ചു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 19 മുതൽ 21 വരെ സ്മാർട്ട് സിറ്റി ഇന്ത്യ എക്സ്പോ 2025 ഏത് നഗരത്തിലാണ് നടക്കുക? ന്യൂഡൽഹി. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടത്തുന്ന വലിയൊരു മേളയാണ് സ്മാർട്ട് സിറ്റി ഇന്ത്യ എക്സ്പോ. പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വ്യക്തികൾ, റെപ്രസെൻറ്റേറ്റീവ്സ് പങ്കെടുക്കുന്ന, അതുപോലെ തന്നെ ഇന്നൊവേഷനും ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്ന ഒരു മേളയാണ് സ്മാർട്ട് സിറ്റി ഇന്ത്യ എക്സ്പോ. ഇത് മാർച്ച് 19, അതായത് ഇന്ന് ആരംഭിക്കുകയാണ്. 21 മാർച്ച് വരെയാണ് ഈ ഒരു എക്സ്പോ നടക്കാൻ പോകുന്നത്, ഈ ഒരു മേള നടക്കാൻ പോകുന്നത് ന്യൂഡൽഹിയിൽ. സ്മാർട്ട് സിറ്റി ഇന്ത്യ എക്സ്പോ 2025 പങ്കെടുക്കുന്ന സെർജി ചെറമിൻ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? റഷ്യ. ഇന്നത്തെ ഹിന്ദു പത്രത്തിലും അതുപോലെ തന്നെ ന്യൂസ് ഓൺ എയർ എന്ന ഗവൺമെന്റ് ചാനലിലും വന്നിട്ടുള്ള വാർത്തയാണ്. അതായത് റഷ്യയുടെ സെർജി ചെറമിൻ, മിനിസ്റ്റർ ഓഫ് റഷ്യ, ഈ ഒരു സ്മാർട്ട് സിറ്റി ഇന്ത്യ എക്സ്പോയിൽ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റും പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ് ഫസ്റ്റ് എവർ ഫിറ്റ് ഇന്ത്യ കാർണിവൽ. ആദ്യത്തെ ഫിറ്റ് ഇന്ത്യ കാർണിവൽ. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 16 ആദ്യത്തെ ഫിറ്റ് ഇന്ത്യ കാർണിവൽ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ആദ്യത്തെ ഫിറ്റ് ഇന്ത്യ കാർണിവൽ. അതായത് ഫിറ്റ്നസ് ആയി ബന്ധപ്പെട്ട ഒരു മേളയാണ്. പ്രധാനമായിട്ടും പറയുമ്പോൾ മാർഷൽ ആർട്സ്, കളരി, കുങ്ഫു ഇതേപോലത്തുള്ള ഓരോ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മേളയാണ് ഫിറ്റ് ഇന്ത്യ കാർണിവൽ. ഇതിന്റെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത് മാർച്ച് 16 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ. 2025 മാർച്ച് 16 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആദ്യത്തെ ഫിറ്റ് ഇന്ത്യ കാർണിവൽ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇപ്പോഴത്തെ സ്പോർട്സ് മിനിസ്റ്റർ ആണ് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. അദ്ദേഹമാണ് ഫസ്റ്റ് എവർ ഇന്ത്യ കാർണിവൽ, ആദ്യത്തെ ഫിറ്റ് ഇന്ത്യ കാർണിവൽ ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് മാർച്ച് 16. വരാനിരിക്കുന്ന ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ മാസ്കറ്റ്, ലോഗോ, ഗാനം എന്നിവ ഏത് അവസരത്തിലാണ് അനാച്ഛാദനം ചെയ്തത്? ഫിറ്റ് ഇന്ത്യ കാർണിവൽ. ഈ മാസം നടക്കാൻ പോകുന്ന ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോർട്സ് ആണ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്. ഇതിന്റെ മാസ്കറ്റ്, ലോഗോ, ആന്തം, ഗാനം എന്നിവ ഫിറ്റ് ഇന്ത്യ കാർണിവലിൽ വെച്ച് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഉദ്ഘാടനം ചെയ്തു. 2025 മാർച്ച് 20 മുതൽ മാർച്ച് 27 വരെ എവിടെയാണ് രണ്ടാം ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്? 2025 മാർച്ച് 20 മുതൽ മാർച്ച് 27 വരെ എവിടെയാണ് നടക്കുന്നത്? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് രണ്ടാമത്തെ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് നടക്കാൻ പോകുന്നത്. ആദ്യത്തേതും ന്യൂഡൽഹിയിൽ തന്നെയായിരുന്നു. 20 മാർച്ച് മുതൽ 27 മാർച്ച് വരെയാണ് രണ്ടാമത്തെ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് നടക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് 17 കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട് GK ആണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ലേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.